കണ്ണ് കാണാത്ത ഒരു നല്ല കണ്ണുണ്ട്. എന്നാൽ കുറേ കാണിച്ച് നടക്കാനൊക്കെ ആരെങ്കിലും സഹായിച്ചാൽ അവർ നടക്കും. അവര് ഗോവിന്ദപുരം അമ്പലം കണ്ടിട്ടുണ്ടോ? ആ അമ്പലത്തിലെ കുളിച്ചു നോക്കാൻ പോയിരുന്നു. കുറെ കാലം കഴിഞ്ഞ് ഇവര് കല്യാണം കഴിഞ്ഞില്ല, കുട്ടികളും ഇല്ല. അങ്ങനെ ആയപ്പോ ഇവരെന്ത് ചെയ്തു? കൃഷ്ണനെ പോയി തൊഴുകാൻ പറ്റാണ്ടേ. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, ഗുരുവായൂരപ്പ അവിടുന്ന് എനിക്ക് അങ്ങനെ വരാൻ പറ്റാഞ്ഞിട്ടാണ്, അതുകൊണ്ട് എനിക്ക് എന്താ വേണ്ടത്? എന്നാ അവിടെ ഇരുന്നോളൂ, ഞാൻ അവളെ അടുത്ത് വന്നിരുന്നോളാ പറഞ്ഞു. അങ്ങനെയാണ് അത്ര ഈ അമ്പലം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാ ഞാൻ പറഞ്ഞ കേട്ടോ കേട്ടോ. കാട്ടിലാമിറ്റം ക്ഷേത്രദ്വയങ്ങളിലെ പ്രതിഷ്ഠകളായ മഹാവിഷ്ണുവും ശാസ്താവും സകല ദുരിതങ്ങളെയും അകറ്റുന്ന മൂർത്തികളെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ബ്രഹ്മരക്ഷത്തിന്റെ ബാധ ഒഴിവാക്കാനായിട്ട് ഈ കാട്ടിലാമിറ്റം മനക്കിലെ വരികയും ബ്രഹ്മരക്ഷത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അനേകം കഥകള് പഴയ ആൾക്കാർ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാട്ടിലാമിറ്റത്തെ മറ്റൊരു പ്രധാന ഉപാസനാമൂർത്തി നാഗങ്ങളാണ്. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അവിടുത്തെ തന്ത്രി നമ്പൂതിരി ഈ പടം വരുത്തി ആടുന്ന പാമ്പുകളെയൊക്കെ അദ്ദേഹം പറഞ്ഞാല് അവ ഈ കുടത്തിനുള്ളിൽ കയറിയിരിക്കുക, വടിയിൽ കയറിയിരിക്കുക, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പാമ്പുകൾ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. എന്റെ സുഹൃത്ത് അവിടെ പണിക്ക് പോയ സമയത്ത് അവിടെ സർപ്പങ്ങൾ അയാളെ മുൻപിൽ വന്ന് തടയുകയും അന്തർജനം വന്നിട്ട് ആ സർപ്പത്തിനോട് മാറാൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് മാറുകയും. ഇത് ഒരു വട്ടമല്ല, 2-3 പ്രാവശ്യം സുഹൃത്ത് പോയ സമയത്തും ഇതേ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അഖണ്ഡനാമജപമാണ് ഇവിടുത്തെ ദേവന്മാരുടെ ഇഷ്ടവഴിപാട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പര